നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. ആര് എന്തുതന്നെ പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നോട് സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് പറയുന്നു, പക്ഷേ ഇത് പിന്തുടരാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതെങ്ങനെ സാധ്യമാകും? ലോകം എന്തുവേണമെങ്കിലും പറയട്ടെ, ഞാൻ ചെയ്യേണ്ടത് മാത്രം ഞാൻ ചെയ്യും. ലോകത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇത് നിങ്ങളിൽ പലരുടെയും ചോദ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ഇതുമാത്രമാണ് ഒരേയൊരു വഴി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നെപ്പോളിയൻ ഹിൽ തന്റെ അരിലര യമേ എന്ന പുസ്തകത്തിൽ എഴുതിയത് ഓർക്കുന്നുണ്ടോ? ഒരുപാട് കാലം മുൻപാണ് അദ്ദേഹം ഇതെഴുതിയത്. അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കണ്ടപ്പോൾ ഇത് പലർക്കും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് എടുത്ത 10 പോയിന്റുകളാണ് ഈ വീഡിയോയിലുള്ളത്. ഹലോ സുഹൃത്തുക്കളെ, സ്റ്റോറി സ്റ്റോർ ഇൻ തമിഴിലേക്ക് സ്വാഗതം. നമ്മൾ പരിശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറമേയുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന മാനസികാവസ്ഥ വളർത്തിയെടുക്കുക എന്നതാണ്. അതാണ് നമ്മൾ ഇപ്പോൾ നേടാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ ഇതൊരു സന്യാസിയുടെ മാനസികാവസ്ഥ പോലെയാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതെ, ഇത് ഒരു പരിധിവരെ സമാനമാണ്. ഇതുപോലുള്ള വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ പലരും ഇത് സന്യാസിയാകുന്നത് പോലെയാണെന്ന് പറയാറുണ്ട്. ലോകത്തിൽ നിന്ന് ഒരു പരിധിവരെ വിട്ടുനിൽക്കുക എന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനെ അനാവശ്യമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എപ്പോൾ ഇടപെടണമെന്നും എപ്പോൾ വേണ്ടെന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് നമ്മൾ എപ്പോഴും സന്യാസിമാരാകണമെന്നില്ല, അല്ലേ? കൂടുതൽ പ്രധാനമായി ജീവിതത്തിൽ തലവേദനകളും പ്രശ്നങ്ങളും വരുമ്പോൾ പലപ്പോഴും ആ വികാരങ്ങളെ മാറ്റിവെച്ച് ശാന്തമായി തനിച്ചിരുന്ന് ചിന്തിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയൂ. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈകാരികമായ വിരക്തിയാണ്. ലറ്റാച്ചത്. എന്താണ് ഇതിന്റെ അർത്ഥം? പുറത്തുനിന്ന് ഒരു വാർത്ത വരുന്നു. നിങ്ങൾ എന്തെങ്കിലും അറിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലം തെറ്റായിപ്പോയി. എന്തോ ഒന്ന് തെറ്റായി സംഭവിച്ചു. അല്ലെങ്കിൽ ശരിയായി സംഭവിച്ചു. ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആവേശം ഉണ്ടാകും. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം ഇനി മുതൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കാൻ പ്രവണതയുണ്ട്. അത് മോശമാണെങ്കിൽ നമ്മുടെ ജീവിതം ഇനി ഇരുട്ടിലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? വൈകാരികമായ വിരക്തി പൂർണ്ണമായി പിന്തുടരാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ആ വികാരം പൂർണ്ണമായി അനുഭവിക്കാൻ സ്വയം അനുവദിക്കുക. എനിക്ക് സങ്കടം തോന്നുന്നുവെങ്കിൽ ഞാൻ കരയുന്നു. എനിക്ക് തനിച്ചിരിക്കണമെങ്കിൽ ഞാൻ തനിച്ചിരിക്കുന്നു. കുറച്ച് ശാന്തമായ സമയം പുറത്തുപോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകുന്നു. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ വികാരം എന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴുകിപ്പോകാൻ ഞാൻ അനുവദിക്കുകയാണ്. ആദ്യം വികാരം ഒഴുകിപ്പോകട്ടെ. നിങ്ങൾ വികാരാധീനനായിരിക്കുമ്പോൾ ചിന്തിക്കരുത്. ഈ സമയം ഓരോരുത്തർക്കും വ്യത്യാസപ്പെടാം. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ വികാരം നമ്മിൽ നിന്ന് പൂർണ്ണമായി കഴുകിക്കളയും. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുക. എന്നിട്ട് അടുത്തതായി എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുക. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ചില ആളുകൾ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശരിയായി നടന്നാൽ അടുത്തതായി ചെയ്യുന്നതെല്ലാം ശരിയായി നടക്കുമെന്ന് കരുതുന്നു. അവർ ആ ചിന്തയിൽ കുടുങ്ങിപ്പോകുന്നു. ഭാഗ്യം തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ തെറ്റായി കാര്യങ്ങൾ ചെയ്താലും അത് ശരിയായി വരാം. ചിലപ്പോൾ നിങ്ങൾ ശരിയായി കാര്യങ്ങൾ ചെയ്താലും അത് തെറ്റായി വരാം. ആ നിമിഷത്തിൽ നിന്ന് മാറി നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതാണ് വൈകാരികമായ വിരക്തി. രണ്ടാമത്തേത് ശ്രദ്ധാപൂർവമായ നിസ്സംഗതയാണ്. അതോടെ ഇവിടെ നമ്മൾ എന്തു ചെയ്യുന്നു? ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. ചുറ്റുമുള്ളവർ സംസാരിക്കുന്നതിൽ നിന്ന്, ടിവിയിൽ നിന്ന്, ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ മുതൽ ഇൻസ്റ്റാഗ്രാമിലെ ആ ഡാൻസ് വീഡിയോ കാണണമോ എന്ന് ചിന്തിക്കുന്നത് വരെ എണ്ണമറ്റ കാര്യങ്ങൾ നിരന്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നു. ഈ ഒഴുക്കിനെ ആർക്കും തടയാനാവില്ല. ഓരോരുത്തർക്കും ഈ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ശ്രദ്ധ വ്യതിചലനം എന്നത് എല്ലാവർക്കും സാധാരണമാണ്. അപ്പോൾ ഈ ചിന്തകൾ തീർച്ചയായും വരും. എന്നിരുന്നാലും ഏത് ചിന്തയ്ക്കാണ് നിങ്ങളുടെ മാനസിക ഊർജ്ജവും സമയവും നൽകേണ്ടത് എന്ന തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഇത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ചില കാര്യങ്ങൾ അനാവശ്യമാണ്. ആളുകൾ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണോ?
അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലും കാര്യത്തിൽ പിടിവാശിയോടെ തർക്കിക്കുകയാണോ? അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അവരുടെ വിശ്വാസങ്ങൾ അവരുടേതായിരിക്കട്ടെ. മുന്നോട്ട് പോകുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കണമെങ്കിൽ മാത്രമേ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെങ്കിൽ ശരി, അവരുടെ വിശ്വാസം അവരുടേതാണെന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ ജീവിതത്തിൽ അപ്രസക്തമായ അനാവശ്യമായ കാര്യങ്ങൾക്കോ ഇപ്പോൾ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾക്കോ നിങ്ങളുടെ മാനസിക സമയം നീക്കിവെക്കരുത്. അത്തരം ചിന്തകൾ വന്നാൽ ഇപ്പോഴല്ല പിന്നീട് നോക്കാം എന്ന് സ്വയം പറഞ്ഞ് അവയെ തള്ളിക്കളയുക. അത്രയേയുള്ളൂ. അടുത്തത് അംഗീകാരം തേടുന്നത് നിർത്തുക. എന്താണ് ഇതിന്റെ അർത്ഥം? ചെറുപ്പം മുതലേ സ്കൂളിൽ പോയി അധ്യാപകർ പറയുന്നത് ആവർത്തിച്ച് കേട്ട് നമ്മൾ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറയണമെന്ന് നിരന്തരം പ്രതീക്ഷിക്കാൻ നമ്മുടെ മനസ്സ് ശീലിച്ചിരിക്കുന്നു. ആ സ്ഥിരീകരണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും നമ്മൾ നിരന്തരം ഈ ഫീഡ്ബാക്ക് തേടുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇത് തേടുന്നതിനുള്ള സംവിധാനങ്ങളാണ്. അവിടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ആരെങ്കിലും നിങ്ങൾ സുന്ദരിയായിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വൗ നിങ്ങൾ നന്നായി വളർന്നു എന്ന്. ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന്, ചില കാര്യങ്ങൾ അനാവശ്യമാണ്. ആളുകൾ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണോ? അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലും കാര്യത്തിൽ പിടിവാശിയോടെ തർക്കിക്കുകയാണോ? അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അവരുടെ വിശ്വാസങ്ങൾ അവരുടേതായിരിക്കട്ടെ. മുന്നോട്ട് പോകുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കണമെങ്കിൽ മാത്രമേ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെങ്കിൽ ശരി, അവരുടെ വിശ്വാസം അവരുടേതാണെന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ ജീവിതത്തിൽ അപ്രസക്തമായ അനാവശ്യമായ കാര്യങ്ങൾക്കോ ഇപ്പോൾ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾക്കോ നിങ്ങളുടെ മാനസിക സമയം നീക്കിവെക്കരുത്. അത്തരം ചിന്തകൾ വന്നാൽ ഇപ്പോഴല്ല പിന്നീട് നോക്കാം എന്ന് സ്വയം പറഞ്ഞ് അവയെ തള്ളിക്കളയുക. അത്രയേയുള്ളൂ. അടുത്തത് അംഗീകാരം തേടുന്നത് നിർത്തുക. എന്താണ് ഇതിന്റെ അർത്ഥം? ചെറുപ്പം മുതലേ സ്കൂളിൽ പോയി അധ്യാപകർ പറയുന്നത് ആവർത്തിച്ച് കേട്ട് നമ്മൾ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറയണമെന്ന് നിരന്തരം പ്രതീക്ഷിക്കാൻ നമ്മുടെ മനസ്സ് ശീലിച്ചിരിക്കുന്നു. ആ സ്ഥിരീകരണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും നമ്മൾ നിരന്തരം ഈ ഫീഡ്ബാക്ക് തേടുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇത് തേടുന്നതിനുള്ള സംവിധാനങ്ങളാണ്. അവിടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ആരെങ്കിലും നിങ്ങൾ സുന്ദരിയായിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വൗ നിങ്ങൾ നന്നായി വളർന്നു എന്ന്. ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു. ആ രംഗത്ത് ഇതിനകം പരിചയസമ്പന്നനായ മറ്റൊരാളുണ്ട്. നിങ്ങൾ പോയി അവരോട് ചോദിക്കുന്നു, ഇത് ശരിയാണോ അതോ തെറ്റാണോ? അത് കുഴപ്പമില്ല. എന്നാൽ നിങ്ങളെപ്പോലെ അത്രയൊന്നും നേടിയിട്ടില്ലാത്ത വഴിയിലെ ഒരു സാധാരണക്കാരനോട് ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് അവരുടെ ലൈക്കോ കമന്റോ? അതിനാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അവരുടെ ശ്രദ്ധ ആവശ്യമില്ല. നിങ്ങൾക്ക് അവരുടെ അംഗീകാരവും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക. അടുത്തത്, ചിലപ്പോൾ ഞാൻ അംഗീകാരം ചോദിച്ചില്ലെങ്കിലും വിമർശനം വരുന്നു. ആ വിമർശനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് പ്രധാനം. ഇത് വളരെ ലളിതമാണ്. ആ വിമർശനം നിങ്ങളെ വേദനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ? അതോ നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കാനുള്ള ഉദ്ദേശ്യത്തോടെയാണോ വരുന്നത്? അത് കണ്ടെത്തുക. നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കാനാണെങ്കിൽ അവർ എന്തു പറയും? യുക്തിപരമായി നിങ്ങൾ ഇത് ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചേനെ. നിങ്ങൾക്ക് അത് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വലത്തോട്ട് തിരിഞ്ഞുവെന്ന് കരുതുക. ഒരാൾ പറയുന്നു, അല്ല, നിങ്ങൾ ഇടത്തോട്ടാണ് തിരിയേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇടത്തോട്ട് തിരിയണമെന്ന് നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഒരുപക്ഷേ അതിൽ കാര്യമുണ്ടാകാം. നിങ്ങൾ ചോദിക്കുന്നു, ശരി, ഞാൻ എന്തിന് ഇടത്തേക്ക് തിരിയണം? അവർ മറുപടി പറയുന്നു, എനിക്കറിയില്ല, നിങ്ങൾ ഇടത്തോട്ട് തിരിയണമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ അതൊരു ഉപയോഗശൂന്യമായ പോയിന്റാണ്. അല്ലെങ്കിൽ അവർ പറയുന്നു, അവിടെ ഇടത്തേക്ക് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു, നിങ്ങൾ അത് കാണാതെ വലത്തേക്ക് തിരിഞ്ഞതായിരിക്കണം. എങ്കിൽ അതൊരു സാധുവായ പോയിന്റാണ്. അതിനാൽ ആർക്കും അഭിപ്രായം പറയാം. നമുക്ക് ആ അഭിപ്രായത്തെ വിമർശനമായി പോലും എടുക്കാം. എന്നാൽ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ട ഫീഡ്ബാക്ക് അല്ല, അത് വെറും വിമർശനമാണ്. യഥാർത്ഥ ഫീഡ്ബാക്ക് നമ്മളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും യുക്തിസഹമായിരിക്കുകയും ചെയ്യും. നമ്മൾ ആ ഫീഡ്ബാക്ക് സ്വീകരിക്കണം. മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുക. അടുത്തത്, സമ്മർദ്ദത്തിന് കീഴിൽ സമചിത്തത പാലിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം യുക്തിസഹമായി തോന്നും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം, ആഹാ,
അടുത്ത തവണ ഒരു പ്രശ്നം വന്നാൽ ഞാൻ അത് കൈകാര്യം ചെയ്യും, എന്നാൽ ആ പ്രശ്നം യഥാർത്ഥത്തിൽ നിങ്ങളെ ബാധിക്കുമ്പോൾ ആ നിമിഷം, ഒരു നിമിഷത്തേക്ക് അടുത്തതായി എന്തു ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതാണ് പ്രശ്നങ്ങളുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? മുൻകൂട്ടി തീരുമാനിക്കുക. എന്നെ ബാധിക്കുമ്പോൾ ഞാൻ ശാന്തനായിരിക്കും. എങ്ങനെയാണ് ബാധിക്കുമ്പോൾ ശാന്തനായിരിക്കാൻ കഴിയുക? നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ, തീരുമാനിക്കുക, കഴിയുന്നത്ര ഞാൻ പ്രതികരിക്കില്ല. ആ തീരുമാനം മുൻകൂട്ടി എടുക്കുക. നിങ്ങൾ മറ്റൊന്നും തീരുമാനിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നു. ആ നിമിഷം ഞാൻ പ്രതികരിക്കില്ല. ഞാൻ കുറച്ചുനേരം ശാന്തമായി ഇരുന്ന് ചിന്തിക്കും. നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇതിനകം പ്രശ്നത്തിൽ നിന്ന് പകുതി പുറത്തുകടന്നു. എന്നാൽ ജീവൻ ഭീഷണിയായ പ്രശ്നങ്ങളുടെ കാര്യമോ? അതെ, അത്തരം അപൂർവവും അടിയന്തിരവുമായ സാഹചര്യങ്ങളിൽ പ്രതികരണം തീർച്ചയായും ഉടനടി ആവശ്യമായി വന്നേക്കാം. എന്നാൽ 99% സമയത്തും നിങ്ങൾക്ക് സമയമുണ്ടാകും. ഇല്ലെന്ന് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അനുമാനം മാത്രമാണ്. ഉടനടി പ്രതികരിക്കാനുള്ള ആഗ്രഹം, ആഹാ, എനിക്ക് അടുത്ത നടപടി ഉടൻ എടുക്കണം എന്ന് മനസ്സിൽ പറയുന്ന ആ ത്വരയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം. ചിലപ്പോൾ കുറച്ചുനേരം കാത്തിരിക്കുക. ഞാൻ പിന്നീട് ഇത് കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും ശരിയായ കാര്യമാണ്. അടുത്തത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് വിട്ടുകളയുക. നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ എന്തിനെക്കുറിച്ചും ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്നാൽ എന്റെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, കഴിയുന്നത്ര നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങൾ ധാരാളമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നു. ആ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് അനുകൂലമായി വരുമോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? ഇത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നാണ്, അല്ലേ? ഇതുകൂടാതെ, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്നുവെന്ന് കരുതുക. അത് നന്നായി പോകുന്നില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനും എവിടെയാണ് തെറ്റെന്ന് കണ്ടെത്താനും ആ വശം ശരിയാക്കാനും കഴിയില്ലേ? അതിനാൽ ജീവിതത്തിൽ കഴിയുന്നത്ര ഭാഗ്യത്തെ ആശ്രയിക്കുന്നത് നിർത്തി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ തുടങ്ങുക. പക്ഷേ ഭാഗ്യം ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഭാഗ്യം തീർച്ചയായും ഒരു വലിയ പങ്ക് വഹിക്കുന്നു. എന്നാൽ ഈ ലോകത്ത് ആർക്കും ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ വഴിക്ക് വന്നാൽ ആസ്വദിക്കുക. അല്ലെങ്കിൽ കഠിനാധ്വാനവും പരിശ്രമവും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് മാത്രം ചെയ്യുക. ഇതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹം പറയുന്നു, നിശബ്ദതയുടെ ശക്തി പ്രയോജനപ്പെടുത്തുക. ചിലപ്പോൾ നിശബ്ദനായിരിക്കുന്നത് ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ശക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു. 4 പേർ 4 തരത്തിൽ സംസാരിക്കുകയാണോ? അവർ സംസാരിക്കട്ടെ. നിങ്ങളുടെ എതിർവശത്തിരുന്ന് ഒരാൾ തീവ്രമായി വാദിക്കുകയാണോ? ഒരു നിമിഷം നിശബ്ദനായിരിക്കുക. അവരെ നോക്കി പുഞ്ചിരിക്കുക. അവർ ചോദിച്ചേക്കാം, എന്താ, ഞാൻ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയാണോ? അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ പറയുക, ശരി, നിങ്ങൾ വളരെ വികാരപരമായി സംസാരിക്കുന്നു. ശരി, സംസാരിക്കൂ എന്ന് പറഞ്ഞ് വിട്ടുകളയുക. അതിനുശേഷവും അവർ വികാരപരമായി അലറുകയാണോ? കഴിയുന്നത്ര നിശബ്ദനായിരിക്കുക. നമ്മൾ എതിരാളിയെ സംസാരിക്കാൻ അനുവദിക്കുകയും സ്വയം നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നിടത്തോളം നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കും. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നിശബ്ദത ഒരു വലിയ ആയുധമാണ്. എന്നാൽ ചിലപ്പോൾ ഈ നിശബ്ദത നമുക്കെതിരെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. എപ്പോഴാണ് അത്? ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് ബാധിക്കുമ്പോൾ, ആളുകൾ നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അപമാനിക്കുമ്പോൾ. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉറച്ചുനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ നിശബ്ദതയുടെ ശക്തി എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നത് അനാവശ്യമായി അഭിപ്രായം പറയാനോ അനാവശ്യമായി തർക്കിക്കാനോ നിർബന്ധിതരാകാതിരിക്കുക എന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദരായിരിക്കുന്നത് നിശബ്ദതയുടെ ശക്തിയാണ്. അടുത്തത്, ശാന്തത വളർത്തുക. നമ്മൾ മാനസിക സമാധാനത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നു, അല്ലേ? അതെവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ അവയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല എന്തെങ്കിലും സംഭവിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട്. ഇതുവരെ സംഭവിച്ച നല്ല കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആരംഭിക്കുക. എല്ലാ സൈക്കോളജി ഇൻ തമിഴ് വീഡിയോകളിലെയും സ്ഥിരമായ ആശയം ഇതാണ്: നിങ്ങൾക്കുള്ളതിന് നന്ദിയുള്ളവരായിരിക്കുക. ആദ്യം നന്ദിയുള്ളവരായിരിക്കുക. ആദ്യം നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ വിശ്വാസം എന്തുതന്നെയായാലും ദൈവത്തോട്. പുതിയ എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് ഓരോന്നിനും നന്ദി പറയുക. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ശാന്തത കൊണ്ടുവരുന്നത്. ഇതിന് പിന്നിലെ യുക്തി എന്താണ്? നിങ്ങൾക്ക് യുക്തി അറിയണമെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം നൽകാം. കാരണം ഈ നന്ദിയാണ് നിങ്ങളുടെ മനസ്സിൽ മാനസിക സമാധാനം കൊണ്ടുവരാനുള്ള പ്രധാന ഉപകരണം. അവസാനമായി, നിശബ്ദമായി നീങ്ങുക. കഴിയുന്നത്ര സോഷ്യൽ മീഡിയയിൽ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക.
എന്നാൽ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ഞങ്ങളോട് പോസ്റ്റ് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യുന്നുവോ? നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ ശ്രദ്ധാപൂർവം ചിന്തിക്കുക. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയാണ്. അത് എന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ, കണ്ണട വെച്ചാൽ ഞാൻ എത്ര സുന്ദരനാണെന്ന് കാണിക്കുന്നതിനെക്കുറിച്ചോ, എനിക്ക് എത്ര അറിവുണ്ടെന്ന് കാണിക്കാൻ പോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ല. നിങ്ങൾ എന്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ പരിശോധിച്ചാൽ സമാനമായ വിജ്ഞാനപ്രദമായ ഉള്ളടക്കം കാണാം. എന്നെ പ്രശസ്തനാക്കാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളല്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? കാരണം നമ്മൾ ആരാണെന്ന് നിരന്തരം തെളിയിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ശരിയായ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. അവർ നിങ്ങളെ ശരിയായ അവസരങ്ങൾക്കായി വിളിക്കും. നിങ്ങൾ സ്വയം പ്രശസ്തനാക്കാൻ ശ്രമിക്കാതെ തന്നെ നിങ്ങൾ പ്രശസ്തനാകും. നിങ്ങൾ നിങ്ങളുടെ ജോലി ശരിയായി ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ മാർക്കറ്റിംഗും ആളുകൾ ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളും അത് അനാവശ്യമാണോ? നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ അല്ല, ആ കാര്യങ്ങളും ആവശ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ സ്വയം തെളിയിക്കാനോ കണ്ടോ ഞാൻ ജയിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടി എല്ലാം പുറത്തു കാണിക്കരുത്. അവിടെയാണ് സാധൂകരണം തേടൽ ആരംഭിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്, നെപ്പോളിയൻ ഹില്ലിന്റെ അഭിപ്രായത്തിൽ. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റുകൾ വീണ്ടും അവലോകനം ചെയ്യുക. തീർച്ചയായും നമുക്കെല്ലാവർക്കും ലോകത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയും. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നവർക്ക് ഷെയർ ചെയ്യുക. സ്റ്റോറി സ്റ്റോർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു.